ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും നമ്മുടെ ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പോസ്റ്ററിൽ പറഞ്ഞ പോലെ ഷാർജയിലുള്ള ഷാർജയിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് അൽ കാസ്മിയ യൂണിവേഴ്സിറ്റി. അപ്പൊ അവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബിരുദ പഠനം നടത്താനുള്ള ഒരു സുവർണാവസരമുണ്ട്. അതും ഫുള്ളി ഫണ്ടഡ് ആയിട്ട്. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒക്കെ നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി പറയും, നമ്മുടെ സംസാരിക്കുന്ന ആൾ പറയും. നമ്മൾ സംസാരിക്കുന്ന ഫാക്കൽറ്റി നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ നല്ല അറബി കോളേജിലെ അസ്ലുമ പ്രിലിമിനറി കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഷാർജ യൂണിവേഴ്സിറ്റിയിൽ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൽ ക്വാളിഫൈഡ് ആയി അവിടെ പഠനം ആരംഭിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് അരീക്കോട്ടുകാരിയായിട്ടുള്ള ഹന്നാൻ കെ പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവരാണ് നിങ്ങളോട് സംസാരിക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറിന്റെ താഴെയായിട്ട് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ അവർക്ക് സംസാരം ഉണ്ടാവും. പിന്നെ പിന്നെ ഒരു 10 മിനിറ്റ് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ ഇതോടുകൂടി തീരുന്നില്ല. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ, ഇൻട്രൊഡക്ഷൻ സെഷൻ മാത്രമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. താല്പര്യമുള്ള ആളുകളെ സീരിയസ് ആയിട്ട് പിന്നെ നോക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ അവർക്ക് ആവശ്യമുള്ള ഗൈഡൻസ് നൽകും. ഓക്കെ. അപ്പൊ ഇത് ജമീൽ അക്കാദമിയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ആണ്. നമ്മള് നമ്മള് ഫോക്കസ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണിത്. വിദേശ അറബ് യൂണിവേഴ്സിറ്റികളിലെ ഇവിടെ കേരളക്കാരും അതുപോലെ തന്നെ ഇന്ത്യക്കാരുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ആശയം നമ്മള് ഹനാനോട് പറഞ്ഞപ്പോൾ ഹനാനോട് താല്പര്യത്തോടെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതായത് ഷാർജ കാശ്മീർ യൂണിവേഴ്സിറ്റി വിഷയത്തില് എന്ത് സഹായം സഹകരണം ഞാൻ ചെയ്യാമെന്ന് ഹനാൻ പറയുകയും അങ്ങനെ ഒരു വെബിനാർ സംസാരിക്കാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. അതിനനുസരിച്ച് നമ്മളിപ്പോ ഈ സെഷൻ വെച്ചിട്ടുള്ള ഇനിയും ഇതുപോലെ തന്നെ ഇനി വേറെയും യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഇതുപോലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ നമ്മൾ വെക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അധികം വിജയിപ്പിക്കാതെ ഹനാനെ വളരെ സ്നേഹപൂർവ്വം സെഷനിലേക്ക് സ്വാഗതം ചെയ്യും, സംസാരത്തിന് വേണ്ടി സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ മുബീൻ സാറ് സൂചിപ്പിച്ച പോലെ എൻ്റെ പേര് ഹനാനാണ്. ഞാൻ മലപ്പുറം മഞ്ചേരി ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഷാർജയിലെ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഇൻഷാ അല്ലാ. ഫസ്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2015 യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 10 വർഷമായി. നിലവിൽ ഡിഗ്രി മാത്രമാണുള്ളത്. ഇൻഷാ അല്ലാ പി ജിക്കുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ബോയ്സിനും ഗേൾസിനും പഠിക്കാം. ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ആണ്. 5 കോളേജസ് ആണ് ഉള്ളത് ഇപ്പോൾ നിലവിൽ. ഒന്ന് ശരിയാണ്, പിന്നെ ഖുർആൻ, പിന്നെ അതുപോലെ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, എക്കണോമിക്സ്, മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ 5 കോളേജസ് ആണുള്ളത്. അതിൽ തന്നെ എക്കണോമിക്സും കമ്മ്യൂണിക്കേഷനും ഒഴികെ ബാക്കിയുള്ള 3 കോളേജസിൽ 2 ഡിഗ്രീസ് ആണ് വരുന്നത്. അങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ബി അറബിക് ആൻഡ് ലിറ്ററേച്ചർ ആണ്. പിന്നെ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഷേഖ് സുൽത്താനാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് അനുവദിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ബറക്കല്ലാഹു ഫീഹ, അവർക്ക് കൂലി കിട്ടട്ടെ ഇൻഷാ അല്ലാ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോസ്റ്റല് ഫ്രീ ആണ്. 3 നേരത്തെ ഫുഡ് കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വിസ, മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ റെഡിയാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷെ അത് തന്നെ നമ്മൾ
നമുക്ക് ഒരു ടിക്കറ്റ് പഠിക്കുന്ന സമയത്തുള്ള ഒരു ടിക്കറ്റ് അവരെടുത്ത് തരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ടിക്കറ്റിന് നമുക്ക് ഇവരിവിടെ മന്ത്ലി സ്റ്റൈപ്പൻഡ് തരുന്നത് കൊണ്ട് നമുക്ക് ആ സ്റ്റൈപ്പൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെന്താ മറ്റു കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമുക്ക് ഹോസ്റ്റലിലെ ഫെസിലിറ്റീസിൽ ജിമ്മൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്ക് ആർട്ടിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അതുപോലെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ സ്റ്റുഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മേഖലകളിലും ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ആയിട്ട് പല പ്രോഗ്രാംസും കൾച്ചറൽ പ്രോഗ്രാംസ് ആയാലും അങ്ങനത്തെ ഒക്കെ നടക്കാറുണ്ട്. 129 കൺട്രിയിലെ കുട്ടികളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പൊ നമുക്ക് ശരിക്കും വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനൊക്കെ പറ്റിയൊരു സ്റ്റേജാണ്. കാരണം നമ്മളിങ്ങനെ പല കൾച്ചറിന്റെ കൂടെ പല ബിഹേവിയർ ഉള്ള ആളുകളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് അൽഹംദുലില്ലാ പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. അപ്പൊ ഞാൻ നാട്ടില് അഫ്ലലുലമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. പ്രിലി കഴിഞ്ഞു. അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നാട്ടിൽ എന്തായാലും അറബി അല്ലേ പഠിക്കണ. പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ അറബി പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. അൽഹംദുലില്ലാ ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിലവിൽ 7 മാസമായി. പിന്നെ നമുക്ക് വെക്കേഷൻ ഉണ്ടാവുക ജൂലൈ ഓഗസ്റ്റിലാണ്. അത് തന്നെ സമ്മർ സെമസ്റ്റർ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് മെയ് കഴിഞ്ഞാൽ തന്നെ പോവാം. ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസം കിട്ടും. അതല്ല സമ്മർ സെമ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ഒക്കെ ഉണ്ടാവുക. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ അതാണ് ഇപ്പൊ കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട്. പിന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് അപ്ലൈ ചെയ്യുന്നതിന് ക്വാളിഫിക്കേഷൻസ് ഒന്ന് +2 അല്ലെങ്കിൽ പ്രിലിമിനറി. അങ്ങനെ +2 ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടാവണം, നിർബന്ധമാണ്. അതിൽ തന്നെ നമ്മളുടെ മാർക്ക് 75% എബവ് ആയിരിക്കണം. പിന്നെ അപ്ലൈ ചെയ്യുന്ന ആൾക്ക് 21 ഇയേഴ്സിന്റെ താഴെ ആവണം. അതായത് 21 ആവാൻ പറ്റില്ല. 21 ആവുന്നതിന്റെ മുൻപ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം 21 ആയവർക്കൊക്കെ കിട്ടും. പക്ഷെ വളരെ റെയർ ആണ്. അവർ മോസ്റ്റ്ലി കുറച്ചും കൂടെ യങ്ങായിട്ടുള്ള കുട്ടികളാണ് ഫോക്കസ് ചെയ്യുക. ഫസ്റ്റിലൊക്കെ ഇവിടെ ഡിഗ്രി 4 ഇയർ ആയിരുന്നു. ഇപ്പോൾ റൂള് പ്രകാരം 3.5 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനും നേരത്തെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെമ്മിൽ തന്നെ കുറേ സബ്ബൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തീർക്കാം. പിന്നെ ഇന്റേൺഷിപ്പും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഡിഗ്രീൻ്റെ കൂടെ തന്നെ. പിന്നെ ഡിഗ്രിയിൽ ഇത്ര ഹവേഴ്സ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുന്നുണ്ട്. ആ ഡിപ്ലോമ കോഴ്സ് നമുക്ക് എടുക്കാം. പക്ഷെ അത് ഫ്രീ അല്ല. അതിന് നമ്മൾ ഫീ കൊടുക്കേണ്ടി വരും. അത് നമുക്ക് നമ്മുടെ സ്റ്റൈപ്പൻഡിൽ കൊടുക്കാവുന്നതാണ്. ഓരോ കോളേജിനനുസരിച്ചുള്ള ഡിപ്ലോമ കോഴ്സുകൾ. പിന്നെ ഈ ഡിപ്ലോമയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. അതായത് നാട്ടിലുള്ള ആളുകൾക്ക് ഡിപ്ലോമ ചെയ്യാൻ പറ്റില്ല. അവരിവിടെ UAE നിൽക്കുന്ന ആളുകളാവണം. പിന്നെ അറബിയിലായിരിക്കും ഡിപ്ലോമ ക്ലാസ്സുകൾ. അപ്പൊ അറബി അറിയാതെ എടുക്കാനും കഴിയില്ല. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറബി മനസ്സിലാവുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചൊക്കെ അറബിയിൽ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ ഡയറക്റ്റ് കോളേജിൽ തന്നെ ആക്കും. ഞാൻ ഡയറക്റ്റ് കോളേജിലായിരുന്നു. അതാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞല്ലോ. പിന്നെ അഥവാ നിങ്ങൾ അറബിയിൽ കുറച്ച് ബാക്കിലാണ്, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്, അതിൽ അഡ്മിറ്റ് ചെയ്യും ലാംഗ്വേജ് സെന്ററിൽ. എന്നിട്ട് അവിടെ നോക്കിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുലിയയിലേക്ക് കയറാവുന്നതാണ്. പിന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ അൽകാസ്മി യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. കാരണം എല്ലാ ഇയറും ജനുവരി ഒരു 10 to 15 ഇടയിലാണ് ലിങ്ക് ഓപ്പൺ ആവുക, രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ഓപ്പൺ ആവുക. ജൂൺ 30 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ടൈമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ കാര്യമായിട്ട് വെക്കാനുള്ളത്
10th +1 +2 പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഒരു ഫോട്ടോ, ഇത്ര കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ നമ്മുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ 2 ഫോം ഉണ്ടാവും. ഫോം 1, ഫോം 2 എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് വേർഡിലോ മറ്റേതെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇത്ര കാര്യങ്ങളാണ് റിക്വയർഡ് ആയിട്ടുള്ളത്, നിർബന്ധമായിട്ട് വെക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതർ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിപ്ലോമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത്ര കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഓക്കെ ആയി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ അഡ്മിഷൻ ID ഇതാണെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ നിങ്ങൾക്കൊരു മെയിൽ വരും. എന്നിട്ട് അതിനുശേഷം പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മെയിൽ എപ്പോഴെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഫുൾ കാര്യങ്ങൾ മെയിൽ വഴിയായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മെയിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതാണല്ലോ, അപ്പൊ നമ്മൾ ഒരാളെ മാത്രം അവർ പരിഗണിക്കണം എന്ന് പറയുന്നത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ആക്ച്വലി യൂണിവേഴ്സിറ്റിക്ക്, അത്രയും ആളുകൾ അപ്ലൈ ചെയ്യുന്നതാണല്ലോ. അപ്പം മെയിൽ ശരിക്കും നോക്കണം. അപ്പോൾ ഒരു മെയിൽ അങ്ങനെ വരും. പിന്നെ അതിനുശേഷം എന്താ പറയും, അവര് നമ്മളുടെ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ആയിട്ടുണ്ട്, ഇനി ഇന്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ അയക്കും. അതിനുശേഷം ഇന്റർവ്യൂ ഡേറ്റും ടൈമും പറഞ്ഞിട്ട് മറ്റൊരു മെയിൽ വരും. കൂടുതൽ ആളുകൾക്കും ഒരു ഇന്റർവ്യൂ തന്നെയാണ് ഉണ്ടാവാറ്. ചില കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത സമയത്ത് അതിൽ തന്നെ ചില കുട്ടികൾക്കൊക്കെ 2 ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പൊ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും. പിന്നെ അതിന്റെ കൂടെ അവര് നിങ്ങൾ ചൂസ് ചെയ്ത ഡിഗ്രിക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഞാനിപ്പോ അറബി അല്ല ചൂസ് ചെയ്തിരുന്നത്, അപ്പൊ എന്നോട് അവര് അറബിക് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. പിന്നെ ശരിയാക്കുകയാണെങ്കിൽ ഇസ്ലാമിക്കലി റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാല് റിജക്ഷൻ മെയിൽ വരും. റിജക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആവും മറ്റേ കൺഫർമേഷൻ മെയിൽ വരാൻ. അക്സെപ്റ്റൻസ് മെയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ റൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരേതൊക്കെ ഡോക്യുമെന്റ്സ് റെഡിയാക്കണം എന്നിട്ട് വരാനുള്ളൊരു ഡേറ്റും തരും. അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ വരണം. ഇപ്പോൾ ഓഗസ്റ്റ് അല്ല, ഓഗസ്റ്റ് അല്ല, സെപ്റ്റംബർ ആണ് എനിക്ക് തന്നിരുന്നെന്ന് തോന്നുന്നു. ഓഗസ്റ്റ് 26 ഇവിടെ ക്ലാസ് തുടങ്ങിയിരുന്നത്. അപ്പൊ അവര് ഓഗസ്റ്റ് 13 to 26 വരെയുള്ള ടൈമിന്റെ ഉള്ളിൽ വരാനാ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടൈമും തരും. അപ്പൊ അതിനുള്ളിൽ നമ്മൾ അവരെ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കാൻ നോക്കണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നിങ്ങൾ പാസ്പോർട്ട് കോപ്പി വെക്കുമല്ലോ, അപ്പൊ നിങ്ങളുടെ പാസ്പോർട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ഇയർ എങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, വാലിഡിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ മുൻഗണന കൂടും. ഒരു ഇയറൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ മടിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് ഒരു 2 ഇയർ അല്ലെങ്കിൽ 4 ഇയർ ഒക്കെ എടുക്കാൻ നോക്കാം മാക്സിമം. ഞാനൊക്കെ കൊടുത്തപ്പോൾ 5 ഇയർ 10 ഇയർ തന്നെ കൊടുത്തിരുന്നു. അപ്പൊ അതുപോലെ പാസ്പോർട്ടൊക്കെ വാലിഡിറ്റി ഉള്ളതാണ് എന്നുള്ള കാര്യങ്ങൾക്കൊന്ന് ഉറപ്പ് വരുത്താം. ഇത്രയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഞാനെല്ലാം കവർ ചെയ്തു എന്ന് തോന്നുന്നു. എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാ. പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇൻഷാ അല്ലാ. വലൈക്കും അസ്സലാം. പ്രായപരിധി ഉണ്ടോ ഇതിന്? അതാണ് പറഞ്ഞത്, പ്രായപരിധി എത്ര വയസ്സ് വരെ? 21. 21. ഓക്കെ. പിന്നെ ഏതൊക്കെ കോഴ്സുകളുള്ള BA അഫ്സൽ ഉണ്ടോ? ഇല്ല, BA അഫ്സൽ ഉലമ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു കോഴ്സിന്റെ പേര് മാത്രമാണ്. അങ്ങനത്തെ കോഴ്സ് ഒന്നും പുറത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ശരിയാറില്ല, അതായത് ഇസ്ലാമിക് ലോസ് ഒക്കെ ഫിഖി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക്കിലെ ദീനിപരമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ ആണ് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ശരിയായാലുണ്ട് 2 കോഴ്സുകൾ, അതിലേതെങ്കിലും ചെയ്യാം. ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? +2 എത്ര പെർസെന്റേജ് മാർക്ക് വേണമെന്ന് പറഞ്ഞ?
75% മുകളിലാണ്. 75ന്റെ മുകളിലല്ലേ? ഉം. അതെ. ആ, okay. പ്രീലി കഴിഞ്ഞവർക്കും അങ്ങനെ തന്നെയല്ലേ? അതെ അതെ, അത് +2 ഈക്വലന്റ് ആണല്ലോ പ്രീ. നമ്മളെ NIS +2 കഴിഞ്ഞവർക്കൊക്കെ പറ്റൂല, അതൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ? നാഷണൽ ഓപ്പൺ ഇല്ല ഇല്ല, യൂണിവേഴ്സിറ്റിന്റെ. നിങ്ങൾ ഉദ്ദേശിച്ചത് ഡിസ്റ്റൻസിൽ +2 ആ ചെയ്തവരല്ലേ? അതെ അതെ. ആ അതെ, അത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടല്ലേ വരുന്നത്. ആ. അവർക്കൊരു ഇവിടുന്ന് പിന്നെ മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് എഡ്യൂക്കേഷന്റെ എംബ്ലം ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഏതാ വേണ്ടിയ? അതായത് നമ്മുടെ നാട്ടിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ, okay, okay. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് ആവശ്യമുണ്ട്. അതൊക്കെ അക്സെപ്റ്റൻസ് കിട്ടി കഴിഞ്ഞാൽ ആവശ്യമുള്ളൂ, വരാൻ നേരത്ത്. ഇതിന്റെ കംപ്ലീറ്റ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഉള്ള PDF അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ കിട്ടും ഇതിന്റെ? നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോളേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കോളേജസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് അതിൽ തന്നെ ഉള്ള ഡിഗ്രീസ് ഉണ്ടാവും. അതിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊഡ്യൂളും സബ്ജക്ട്സും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം കാണാൻ പറ്റും. എത്ര വിഷയങ്ങളിൽ ബിരുദം നൽകുന്നുണ്ട് അവിടെ? 3 കോളേജസിൽ 2 ഡിഗ്രീസ് ആണ്. അപ്പോൾ 6 + 2 8 ഡിഗ്രീസ് ആണ് ഇപ്പോൾ ടോട്ടൽ ഉള്ളത്. ഏതൊക്കെ വിഷയങ്ങൾ കാണാതെ പറയാൻ കഴിയില്ലല്ലോ, നോക്കാൻ അത് പറയാൻ കഴിയോ? അത് ആ അതായത് ശരിയായാല് 2 ഉണ്ട്. ഒന്ന് ഉസൂലുൽ ദീനും പിന്നെ ഒന്ന് ഉസൂലുൽ ഫിഖ്ഹും ആണ്. ഉസൂലുൽ ഫിഖ് ആകുമ്പോൾ കുറച്ചും കൂടെ ഫിഖി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ഖുറാന്റെ കുല്ലിയയില് 2 ഡിഗ്രീസ് ഉണ്ട്. അതിൽ ഒന്ന് ഹാഫിളായവർക്ക് മാത്രം പറ്റുന്നതാണ്. മറ്റേ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 കിറാത്തുകൾ ഉണ്ടല്ലോ, ആ കിറാത്തുകൾ പഠിപ്പിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തത് തഫ്സീറാണ്. പിന്നെ മൂന്നാമത്തത് BA അറബിക് ആൻഡ് ലിറ്ററേച്ചറും ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിന്റെ കോളേജിൽ വരുന്നതാണ് BA അറബിക് ആൻഡ് ലിറ്ററേച്ചറും പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയും. പിന്നെ എക്കണോമിക്സിൽ എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ബാങ്കിങ്. പിന്നെ ലാസ്റ്റ് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു ഡിഗ്രി. അത്രയാണുള്ളത്. PhD ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. PhD ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഡിഗ്രി തന്നെ ഉള്ളു ഇപ്പൊ നിലവില്. PG തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. PG ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ എനിക്ക് തോന്നുന്നു PhD അപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. PGയും PhDയും ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ നമ്മൾ വേറെ സെഷൻ പരിചയപ്പെടുന്ന മനസ്സിലുണ്ട്. അപ്പൊ ഇവിടെ ഡിഗ്രി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അതെ, യൂണിവേഴ്സിറ്റി ഇപ്പൊ ആണ് ഇവിടെ നമുക്ക് PG സ്റ്റാർട്ട് പരിചയപ്പെടുത്തുന്നത്. ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സൈറ്റ്സിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഈ ഇയർ തന്നെ ഉണ്ടാവോ, ഈ സമയം നെക്സ്റ്റ് സമയം തന്നെ ഉണ്ടാവോ എന്നറിയില്ല. അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഇൻഷാല്ലാ. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് അറബിക് ലാംഗ്വേജ് അല്ല, അത് വേണ്ട. ഇംഗ്ലീഷ് ഓർ അറബിക് ആണ്. ഇംഗ്ലീഷ് ഓർ അറബിക്, ഇംഗ്ലീഷ് ഉണ്ടായാൽ മതി. നമ്മുടെ നാട്ടിലെ ഒരുവിധ എല്ലാ സർട്ടിഫിക്കറ്റ്സിലും ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ്സ് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വെക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പാസ്പോർട്ടിന്റെ ഒരു അറബിക് കോപ്പി നിർബന്ധമാണ്. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്റർവ്യൂ ഓൺലൈൻ യെസ്, ഇന്റർവ്യൂ സൂമിലാണ് ഉണ്ടാവുക കേട്ടോ. അത് അവരൊരു ടൈം തരും. ഇന്ന ടൈം മുതൽ ഇന്ന ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം, വീഡിയോ ഓൺ ചെയ്ത് വെക്കണം എന്ന് പറയും. വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ അങ്ങനെ ജോയിൻ ചെയ്തിരിക്കുക. എപ്പോഴാ അവരുള്ളിൽ കയറ്റിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ദിവസം ചിലപ്പോൾ ഒരു 30 സ്റ്റുഡൻസിനെ അവർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുക. അവർ പെട്ടെന്ന് ഇന്നാക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ പറയാം. അങ്ങനെയാണ് ഉണ്ടാവുക.
വേറെ എന്തേലും? സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? സ്പോർട്സ് ആക്ടിവിറ്റീസിന്റെ കാര്യത്തില് ഒന്ന് ജിം ഉണ്ട്, അത് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ ബോയ്സിന്റെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. റെസ്ലിംഗ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവര് ഇടയ്ക്ക് ഫുട്ബോളൊക്കെ കളിക്കുന്ന സൗണ്ടൊക്കെ അങ്ങോട്ട് കേൾക്കാറുണ്ട്. അപ്പോ അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. ഗേൾസിനും ഉണ്ട്, പക്ഷെ പുറത്ത് കൊണ്ടുപോകാറാണ്. ഇടയ്ക്ക് മാരത്തോൺ ഉണ്ട്, മറ്റേതുണ്ട്, കോമ്പറ്റീഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ പ്രത്യേകം ഇല്ല. പക്ഷെ ഓരോ വുമൻസിന്റെ ഓർഗനൈസേഷന്റെ കീഴിലൊക്കെ ഇങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇവർ എക്സ്ട്രാ ഇങ്ങനെ സെഷൻസ് ഒക്കെ എടുക്കും. ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ആം, ഒരു ജിം കോച്ച് ഉണ്ട്. അവര് നമുക്ക് ഡെയിലി 2 ഹവേഴ്സിൽ ഇങ്ങനെ എന്താ ഇപ്പൊ പറയാ ഒരു സ്പോർട്ട് പഠിപ്പിച്ചു തരും. അതായത് വോളിബോള്, ബാസ്കറ്റ് ബോള്, ചെസ്, പിന്നെ അതുപോലെ ബാഡ്മിന്റൺ. പിന്നെ പുറത്തേന് ജിമ്മിലും കോച്ചിങ് തരും, എക്സസൈസിലും. ആ രീതിയിലാണ് ഒരു ഫിറ്റ്നസിന്റെ ഭാഗത്തായിരുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മാം? അച്ഛോ അച്ഛോ, നാമൊന്നും വിളിക്കണ്ടല്ലോ. ഓക്കെ, അതായത് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി ഇത്രയും സമയം വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ഒരു കുട്ടി എത്രത്തോളം മെന്റലി എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ആവേണ്ടത്? മെന്റലി പ്രിപ്പയർ ആവാന്ന് പറഞ്ഞാല് എന്റെ ഒരു അവസ്ഥ പറയണെങ്കിൽ, ഞാന് ഇത്ര കാലം നാട്ടിൽ നിന്നിട്ട് ഇതുവരെ ഹോസ്റ്റലിൽ നിൽക്കേണ്ട അവസ്ഥ വരാത്ത ഒരാളാണ്. പക്ഷെ എന്റെ റൂമിലുള്ള ഞങ്ങള് റൂമിൽ 5 പേരാ. ഞങ്ങള് 5 പേര് മലയാളീസ് ആണ്. പക്ഷെ എന്റെ റൂമിലുള്ള ബാക്കിയുള്ള എല്ലാവരും ഓൾറെഡി ഹോസ്റ്റലിൽ നിന്ന് ശീലമുള്ളവരാണ്. അപ്പൊ അവരുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അവരെക്കാട്ടിലും കുറച്ചും കൂടെ സങ്കടമാണ്. അതായത് എനിക്ക് വേണ്ടിട്ട് മാറി നിൽക്കുന്ന ആ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീട്ടില് വലിയ കുട്ടിയോടെയാണ്. പക്ഷെ ഫസ്റ്റിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഓക്കെ ആവും. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ അതിനനുസരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുറെ ഒക്കെ ഓക്കെ ആവും. ചില സമയത്തൊക്കെ മിസ്സാവും. പക്ഷെ നമ്മള് എന്താ ഇപ്പൊ പറയാ, അവരുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു അൽഹംദുലില്ലാ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോ വീട്ടിൽ വിളിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പ പറയും, ആഹ് ഈ തൊലബുൽ ഇൽമിനല്ലേ ഈ പോയത്, തൊലബുൽ ഇൽമിന്റെ കൂലി എനിക്കറിയില്ലേ, അപ്പൊ ഈ എന്തിനാ സങ്കടപ്പെടുന്നത്, സന്തോഷിക്കുന്ന പറയും. കാരണം ഈ ഒരു ചാൻസ് എത്രയോ കുട്ടികൾ കൊടുക്കുമ്പോ നമ്മൾ ഒരാൾക്ക് കിട്ടുമ്പോ ആ ഒരു ചാൻസ് ഇറ്റ്സ് വെരി വാല്യുബിൾ. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ പോവാം. പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഫസ്റ്റ് സം ഒക്കെ വരെ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് സം ഒക്കെ കഴിയുമ്പോക്ക് കുറെയൊക്കെ നമ്മൾ ഓക്കെ ആയി വരും, ഇവിടെ യൂസ് ടു ആവും. അപ്പൊ പിന്നെ ഹോസ്റ്റൽ ലൈഫ് വേറെ തന്നെ ആണല്ലോ. അപ്പൊ ആ ഒരു വൈബിൽ അങ്ങനെ പോകും. ഇത് മെന്റലി പ്രിപ്പയർ ആവാന്ന് പറഞ്ഞാല് നമ്മള് കുറെ മെന്റലി പ്രിപ്പയർ ആവാൻ നോക്കി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പം പറ്റിക്കോണമെന്നില്ല. നമ്മൾ പ്രിപ്പയർ ആയിട്ടൊക്കെ ഇവിടെ വരും. ഫസ്റ്റത്തെ 2 ദിവസം നമുക്ക് ആ പ്രിപ്പറേഷന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ പിന്നീട് എങ്ങനെയായാലും നമ്മളെ പാരന്റ്സ് അല്ല. അപ്പൊ നമുക്ക് ആ ബുദ്ധിമുട്ട് എങ്ങനെയായാലും ഫസ്റ്റിൽ ഉണ്ടാവും കുറച്ച്. ബി എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലും എക്കണോമിക്സ്, ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്, ബി എ എക്കണോമിക്സ് ഉണ്ടോന്നല്ലേ? ഉണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാനാണോ? അതെ അതെ. അപ്ലൈ ചെയ്യാൻ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക, ഓരോ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക, അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബി എ എക്കണോമിക്സ് അത് വേണോ എന്നുള്ളത് ഷുവർ അല്ല. വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത് കേട്ടിരുന്നു. ഇനി നമ്മളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അവർ എഴുതിപ്പിക്കും തോന്നുന്നുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് സൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷന്റെ അവിടെ ഒരു കുറച്ച് പോയിന്റ്സ്, ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് കാണാൻ പറ്റും. അപ്പൊ അതില് നിങ്ങൾക്ക് നോക്കാം, അതിലുണ്ടാവും എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത്. അതില് ഒന്ന് ചെക്ക് ചെയ്താൽ നന്നാവും. ഞാൻ എക്കണോമിക്സ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറയാൻ ഉറപ്പില്ല. അതാണ് വേണം എന്നാണ് എന്റെ വിശ്വാസം. ഈ ബി എ ഇപ്പൊ അറബിക് ലിറ്ററേച്ചറിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്? അത് നമ്മളിപ്പോ ഏകദേശം എല്ലാ ഭാഗം ഇപ്പൊ കവർ ചെയ്തല്ലേ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും വീണ്ടും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇനി ഇതില്
പിന്നെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവര് നമ്മളെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ അവർക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിൽ എന്ത് ചെയ്യാം, ബാക്കി ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് എന്താ ചോദിച്ചൊരു ആ ചോദ്യത്തിന് കൂടി റിപ്ലൈ കൊടുക്കാം. ബി അറബിക് ലിറ്ററേച്ചറിലല്ലേ ചോദിച്ചത്? ഏതൊക്കെ സബ്ജക്റ്റ് ആയിരുന്നു? ഞാനിപ്പോ ഫസ്റ്റ് ഇയറിലായിട്ടുള്ളൂ. കാര്യമായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ പഠിക്കണ പോലെ അതായത് എല്ലാ കോളേജസിന്റെയും ഒരു കോമൺ സബ്ജക്ട്സ് ആയിട്ട് ഓരോ സബ്ജക്ട്സ് എല്ലാ കോളേജിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഖുറാന്, ഹദീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വരുന്ന സബ്ജക്ട്സ് ഉണ്ടാവും. പിന്നെ വരുന്നത് കാര്യമായിട്ട് സ്പാനിഷ് ലിറ്ററേച്ചർ, പിന്നെ അതുപോലെ താരീഖ്, അദബിന്റെ താരീഖ്, പിന്നെ അദബിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, മോഡേൺ അദബ്, ഓൾഡ് ഏജ് അദബ്, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനത്തെ ഒക്കെയാണ് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. പിന്നെ നഹ്വും സർഫൊക്കെ കംപ്ലീറ്റ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടില് പോർഷൻസ് പഠിക്കുന്നതല്ലാതെ കംപ്ലീറ്റ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ഞാനിപ്പോ ഫസ്റ്റ് ഇയർ അല്ലേ ആയിട്ടുള്ളൂ, 2 സമയമായിട്ടുള്ളൂ. അപ്പൊ കുറെ സബൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ 9 സഭ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ നമ്മളുടെ സിലബസ് നോക്കിയത് വെച്ചിട്ട് അത്രയാണ് എനിക്ക് അറിയുന്നതല്ലോ. എനിക്ക് തോന്നുന്നു അതും നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ കിട്ടും. സൈറ്റ് നെയിം എന്താന്ന് പറഞ്ഞു? സൈറ്റ് അഡ്രസ് ഒക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ഇൻഷാല്ലാ. വേറെ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഹലോ, ഇല്ല സർ, വേറെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. അതെ. അപ്പൊ ഏതായാലും പിന്നെ വളരെ വിശദമായിട്ട് വളരെ ഹൃദ്യമായ രൂപത്തില് ഷാർജ അൽ കസ്മി യൂണിവേഴ്സിറ്റിയിലെ എങ്ങനെ ബിരുദ പഠനത്തിന് ചേരാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹനാന് കൃത്യമായ നന്ദി അക്കാദമിയുടെ പേരിൽ അറിയിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്ക് യാ ഹനാൻ. نرجو منك أن نستفيد في الفرص الآتية إن شاء الله، ونرجو من الجميع أن نلتقي في فرصة أخرى. فإلى اللقاء، مع السلامة. السلام عليكم ورحمة الله وبركاته. വലൈക്കും വലൈക്കും അസ്സലാം. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ. ജസാക്കുമുല്ലാഹ് ഖൈറൻ.